വെൽക്കം ടു സ്റ്റൂട്രൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസും എക്സാംസ് ഒക്കെ വരികയാണ്. സോ നമ്മൾ ഇതിന് പ്രീവിയസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഷോർട്ട് സ്പാൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരുണ്ട് വെച്ചാൽ ആ വീഡിയോ കാണുക. കാരണം അതിലുള്ള കണ്ടന്റുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ 2014 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വെഞ്ചൂരി മീറ്റർ എന്ന് പറയുന്നത് വെഞ്ചൂരി മീറ്റർ ഫോർ ബെർണോളിസ് തിയറം. വെഞ്ചൂരി മീറ്റർ ഏതിന് അപ്ലിക്കബിൾ ആണ്? ബെർണോളിസ് തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ബെർണോളിസ് തിയറത്തിന്റെ വെഞ്ചൂരി മീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അവരൊരു ഡാഷ് ഇട്ടിട്ട് താഴെ തന്നിരിക്കുകയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഏതിന്റെ അപ്ലിക്കേഷൻ ആണ് ചോദ്യം. അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യമാണ് വെഞ്ചൂരി മീറ്റർ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്തിന്റെ അപ്ലിക്കേഷൻ ആണെന്ന ചോദ്യം. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്തിന്റെ അപ്ലിക്കേഷൻ ആണ്? പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണ്, പാസ്കൽസ് ലോ എന്താണെന്നൊക്കെ നമുക്കറിയാം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. വെഞ്ചൂരി മീറ്റർ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് മറക്കാതിരിക്കാം. ഓക്കെ, ഇതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. 1 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. അതായത് അവർ 2 സ്റ്റേറ്റ്മെന്റ് ഓർ എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാം. ഭൂമിയുടെ ആ ഒരു അട്രാക്ഷൻ ഒരു സാധനത്തേക്ക് പുറത്തു പോകാൻ ആവശ്യമുള്ള മിനിമം വെലോസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. അതിന്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട്. എസ്കേപ്പ് വെലോസിറ്റി ഏതിനാണ് ഇൻഡിപെൻഡന്റ്? അവർ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. 2 ഓപ്ഷൻസ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ എർത്ത് ആണ്. മാസ് ഓഫ് എർത്ത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാസ് ഓഫ് ബോഡിയാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്, രണ്ടാമത്തെ മാസ് ഓഫ് ബോഡിയാണ്. സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം? എസ്കേപ്പ് വെലോസിറ്റി ഏതിനാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? മാസ് ഓഫ് ദ ബോഡിയാണ് എസ്കേപ്പ് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. സോ ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കുക. എസ്കേപ്പ് വെലോസിറ്റി ഒരു ബോഡിയുടെ മാസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് ഏതാണെങ്കിലും എസ്കേപ്പ് വെലോസിറ്റി സെയിം ആയിരിക്കും. ക്ലിയർ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട് മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ് അബൌട്ട് മാസ് ഓഫ് ദ എർത്ത് എന്ന് പറയും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? സോ ഇതാണ് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. നമ്മുടെ നേച്ചറിലുള്ള ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ് ചോദ്യം. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അവർ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആണ്. സോ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഇതിലൊരു വീക്ക് എന്നൊരു ടേം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് പലരും ഇത് കൊടുക്കും. പക്ഷെ അതല്ല, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നേച്ചറിലുള്ള ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഇത് തെറ്റിക്കാതെ ഇല്ല, കാരണം ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇവിടെ വീക്ക് എന്ന് പറയുന്ന ടേം ഉള്ള കാരണം പലരും തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. സോ തെറ്റിക്കാതെ തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ എന്ന് പറയാം. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ദെൻ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. F = mv²/r. ഇതാണ് സെൻട്രിപെഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് സർക്കുലർ മോഷന് തുടരാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ ആ സർക്കുലർ മോഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രിപെഡൽ ഫോഴ്സ് എന്ന് പറയുക. സോ സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അവർ ക്വസ്റ്റ്യനിൽ തന്നെ പ്രൊവൈഡഡ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം F = ma അല്ലേ ഫോഴ്സിന്റെ ഇക്വേഷൻ. സിമ്പിൾ ആണ് ഇത് സോൾവ് ചെയ്യാൻ. F = ma ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. m എന്ന് പറഞ്ഞാൽ മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ M ആണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? L(T⁻²). അപ്പൊ നമ്മുടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? mL(T⁻²) ആണ് നമ്മുടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ദെൻ ഇതിന്റെ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ
ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സെൻട്രിപെഡൽ ഫോഴ്സിന്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് യൂസിങ് ദിസ് ഫോർമുല. സോ നമുക്കറിയാം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫക്റ്റ് ഇൻ മെഷേർഡ് വാല്യൂ ഉള്ള തെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? എറർ എന്ന് പറയാം. സോ മെഷേർഡ് വാല്യൂ അല്ലെ ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഇത് മൊമെന്റത്തിന്റെ കേസ് ആകുമ്പോൾ ഡെൽറ്റ പി ബൈ പി എന്ന് വരും. ഫോഴ്സിന്റെ കേസ് ആകുമ്പോൾ എന്ത് വരും? ഡെൽറ്റ എഫ് ബൈ എഫ് എന്ന് വരും. അതായത് ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഇതാണ് നമ്മുടെ എന്ത് പറയാ? എറർ എന്ന് പറയാം. എവിടെയാ? ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു 100. ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു 100. എഫിന്റെ നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. ഇതേപോലെ റൈറ്റ് സൈഡും പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണ്ടേ? സോ റൈറ്റ് സൈഡ് കണ്ടുപിടിക്കും വളരെ ശ്രദ്ധിക്കുക. ഓരോരോ ടേമിനും നമ്മൾ ഇത് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. ഓരോരോ ടേമിനും ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് ടേം ഉള്ളത്? എം ഉണ്ട്, മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, റേഡിയസ് ഉണ്ട്. സോ ഈ മൂന്നെണ്ണത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണം. സോ ആദ്യം നമുക്ക് മാസിനെ കണ്ടുപിടിക്കാം. മാസിന് എന്താ വരിക? ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100. ഇതല്ലേ മാസിന്റെ പെർസെൻറ്റേജ് എറർ? ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 പ്ലസ് രണ്ടാമത് ഏതാണ്? വെലോസിറ്റി ആണ്. പക്ഷെ വെലോസിറ്റിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? വെലോസിറ്റി സ്ക്വയർ ആണ് അവർ തന്നിരിക്കുന്നത്. വെലോസിറ്റി അല്ല തന്നിരിക്കുന്നത്, വെലോസിറ്റി സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സോ വെലോസിറ്റി സ്ക്വയർ ആവുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? വെലോസിറ്റി സ്ക്വയർ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഈ 2 ഇല്ലേ, 2നെ ഫ്രണ്ടിൽ ഇടാം. 2നെ ജസ്റ്റ് ഫ്രണ്ടിൽ ഇട്ടാൽ മതി. അപ്പൊ എങ്ങനെ വരിക? 2 ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. 2 ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. ഇത് വി സ്ക്വയർ ആയപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. വി ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? 3 ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്നാണ് എഴുതാം. സോ അതായത് ജസ്റ്റ് സിമ്പിൾ ആണ്. ഈ 3 എന്ന് പറയുന്ന പവറിനെ ഫ്രണ്ടിലോട്ട് ഇടുക. നമുക്കിവിടെ 2 ആയത് കാരണം നമ്മൾ ഡെൽറ്റ 2 ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതി. ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയത് കാരണം പ്ലസ് ആർ. നെക്സ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതുക. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 100. ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. സോ ജസ്റ്റ് ഈ സ്ട്രക്ചർ ഓർമ്മ വയ്ക്കുക. എങ്ങനെയാണ്? ജസ്റ്റ് ആ സിമ്പിൾ ജസ്റ്റ് എറർ വാല്യൂ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ മെഷർഡ് വാല്യൂ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 എന്ന് എഴുതിയാൽ മതി. ഇതാണ് പെർസെൻറ്റേജ് എററിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൽ നെക്സ്റ്റ് ഒരു തേർഡ് ക്വസ്റ്റ്യൻ അവർ പറയുന്നുണ്ട്. ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അവർ പറയുന്നത്. ജസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്കറിയാം. സോ അതിനൊരു ഡിജിറ്റ് തന്നിട്ടുണ്ട് 0.050. ഈ ഒരു ഡിജിറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്, നമുക്കറിയാം. ആദ്യം വരുന്നത് എന്താണ്? ഒരു 0 ആണ്. സോ ഇത് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കില്ല. 0യ്ക്ക് ശേഷം ഡെസിമൽ പോയിന്റിൽ വരുന്ന 0യും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയി കണക്കാക്കില്ല. സോ ഏതാണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയി കണക്കാക്കുക? 5ഉം 0 അല്ലേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആദ്യം വരുന്ന 0 നമ്മൾ കണക്കാക്കില്ല. ദെൻ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന 0യും നമ്മൾ കണക്കാക്കില്ല. ഒരു നോൺ സീറോ വാല്യൂവിന് ശേഷം വരുന്ന 0 ആയത് കാരണമാണ് അവസാനത്തെ 0 നമ്മൾ കണക്കാക്കിയത്. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ ഇതും ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാ ചോദ്യ പേപ്പറിലും ചോദിക്കാറുണ്ട്. സോ അതിന്റെ കണ്ടീഷൻസ് നമുക്കറിയാം. ജസ്റ്റ് ഒരു 7 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലാത്തത്, ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയത് എന്ന് ഗ്രാഫ് നോക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് മറ്റേ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റിലുള്ള ഗ്രാഫാണ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഫോഴ്സ് ആണ്. ഓക്കെ, ഫോഴ്സും എക്സ്റ്റൻഷനും കൂടി അവർ തന്നിട്ടുണ്ട്. സോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഗ്രാഫ് പലതവണ നമ്മൾ പഠിക്കാൻ മുൻപിലത്തെ വീഡിയോയിൽ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇതിൽ നിന്ന് എന്തായാലും ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സോ നമുക്ക് ഇതിൽ പല പോയിന്റ്സ് ഉണ്ട്. എ, ബി, അതുപോലെ തന്നെ ഇവിടെ ഇ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പല പോയിന്റ്സും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സി, ഡി സംതിങ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രോപ്പർ ആയിട്ട് തന്നിട്ടില്ല. ജസ്റ്റ് ഈ ഡിജിറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് ഈ വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൂ. അതെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ബി എന്നത് എന്താണ്? ബി എന്നതുകൊണ്ട് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബി എന്ന് പറയുന്നത് കൊണ്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, എലാസ്റ്റിക് ലിമിറ്റ് അല്ലേ? എലാസ്റ്റിക് ലിമിറ്റ്. ഇതിന് ശേഷം നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതനുസരിച്ച് തിരിച്ചു വരില്ല. എലാസ്റ്റിക് പ്രോപ്പർട്ടി ബിക്ക് ശേഷം നഷ്ടപ്പെടും. നമ്മളൊരു സാധനം വലിച്ചു വെച്ചാൽ അത് വീണ്ടും ഒറിജിനൽ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുക? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുക. ബി വരെ അത് റീസ്റ്റോർ ചെയ്യും, ബിക്ക് ശേഷം എന്താണ്? റീസ്റ്റോർ ചെയ്യില്ല. സോ അപ്പോൾ ഇതിലുള്ള ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഇ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്?
ഫ്രാക്ചർ പോയിന്റ് ആണ്, നമുക്കറിയാം ഫ്രാക്ചർ പോയിന്റ് ആണ്. കാരണം ഇതിന് ശേഷം എന്താണ്, പൊട്ടിപ്പോവും. ഇപ്പൊ റബ്ബർ ബാൻഡ് എടുത്തു വെച്ചാൽ ഇ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എന്താണ്, റബ്ബർ ബാൻഡ് ബ്രേക്ക് ആയി പോവും. അപ്പൊ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു, ഫ്രാക്ചർ പോയിന്റ് ആണ്. ഓക്കെ, ക്ലിയർ. യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. പ്രോബ്ലം ആണ്. യങ്സ് മോഡുലസ് നമുക്ക് അറിയാം, ജസ്റ്റ് ആ ഫോർമുല മാത്രം പറഞ്ഞു വെച്ചാൽ മതി. FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എൽ, FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എൽ. ഇതിനകത്ത് എൽ എന്ന് പറയുന്നത് അവർ ചോദ്യത്തിൽ തന്നെ തരാറാണ്, മിക്കവാറും ഒരു 99%ഉം എൽ എന്ന് പറയുന്നത് അവർ ഒറിജിനൽ ലെങ്ത് എന്ന രീതിയിൽ തരും. ഒറിജിനൽ ലെങ്ത് എന്ന രീതിയിൽ, ഈ വയറിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന രീതിയിലാണ് അവർ എന്തിനെ തരിക, എൽ എന്നതിനെ തരിക. അതുപോലെ തന്നെ എ എന്ന് സൂചിപ്പിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ആ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മളിവിടെ ഏത് വയറാണ് ഉപയോഗിക്കുന്നത്, ആ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ, അല്ലാതെ ഏരിയ അല്ല, അതായത് മറ്റേ ലെങ്ത് നമ്മൾ എടുത്ത ആ ഏരിയ അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ. ഇതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും, ഇതും ഓൾവേസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. സപ്പോസ് അവർ തരാതിരിക്കുക എന്ന് പറയുന്നത് എഫ് ആയിരിക്കും, ഫോഴ്സ് തരില്ല. ഫോഴ്സ് നമ്മൾ ഏത് കണ്ടുപിടിക്കണം, ഗ്രാഫ് എന്ന് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന പോലെയാണ്. ഫോഴ്സ് നമുക്ക് എപ്പോഴും ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് അവർ ഓൾറെഡി തരും, ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ ഈ ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ തരുന്നത്, അതായത് എക്സ് ആക്സിസിൽ അവർ ഡിനോട്ട് ചെയ്യുന്നത് ലെങ്ത് ആയിരിക്കും. സോ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ യങ്സ് മോഡുലസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യങ്സ് മോഡുലസിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലുള്ള ഓരോരോ പോയിന്റ്സ് എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ സോളിഡിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഓരോ പോയിന്റിലും ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതിന്ന് ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഏകദേശം ഇതിന്ന് ഇപ്പോഴുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഫസ്റ്റ് എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എനർജിന്റെ ഇക്വിപാർട്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ദ ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ടോട്ടൽ എനർജിന്റെ, മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എനർജിനെ ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്ക് ആക്കിയിട്ട് ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാലോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻ ഫ്രീ പാത്ത് എന്താണ്? പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ്. 2 മാർക്കിലാണ് മീൻ ഫ്രീ പാത്ത് തരുന്നത്. സോ എന്താണ് മീൻ ഫ്രീ പാത്ത്? സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മളൊരു കണ്ടെയ്നർ എടുത്തു, അതിനകത്ത് ഒരു മോളിക്യൂൾ ഉണ്ട് വയ്ക്കുക. കുറേ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. സോ മോളിക്യൂൾസ് തമ്മിൽ റാൻഡം മോഷനിലായിരിക്കും, പരസ്പരം കൂട്ടിയിടിക്കും. സോ ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിനെ കൂട്ടിയിടിക്കാനുള്ള മിനിമം ഡിസ്റ്റൻസ്, ഒരു രണ്ട് മോളിക്യൂൾസിന്റെ കൊളിഷൻ ഉള്ള ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻ. 2 കൊളിഷന്റെ ഇടയിൽ എത്രത്തോളം ഡിസ്റ്റൻസ്, ഇപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾ 2 കൂട്ടിയിടിച്ചു. ഇപ്പൊ എ എന്ന് പറയുന്ന മോളിക്യൂൾ ഒരു മോളിക്യൂളായിട്ട് കൂട്ടിയിടിച്ചു. ഇതേ എ എന്ന് പറയുന്ന മോളിക്യൂൾ മറ്റൊരു മോളിക്യൂൾ, ഇത് ബി ആണ്, ഇത് സി ആണ്. എ ബിയുമായിട്ട് കൂട്ടിയിടിച്ചു. ജസ്റ്റ് സിയുമായിട്ട് കൂട്ടിയിടിക്കാൻ എത്ര ദൂരം എ സഞ്ചരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. സോ അതിന്റെ ഡെഫിനിഷൻ വൈസ് പറയാന്ന് വെച്ചാൽ ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളിഷൻ. 2 സക്സസീവ് കൊളിഷൻസിന്റെ ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ് ഒരു മോളിക്യൂൾ സഞ്ചരിക്കുക എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. സോ അതിന്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. L = 1 / n divided by root of 2n pi d square. L = 1 divided by root of 2n pi d square. So ഈ മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ടാണ് അവർ 2 മാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പല ചോദ്യ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Next question, is it possible for a body to have acceleration without velocity? Acceleration, velocity 0 ആയിട്ട്, വെലോസിറ്റി ഇല്ലാതെ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവോ എന്നതാണ് ചോദ്യം. വെലോസിറ്റി ഇല്ലാതെ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ?
ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ ടു നമുക്ക് പറയാം വെലോസിറ്റി ബൈ ടൈം എന്നൊക്കെ നമ്മൾ പറയും. ആക്സിലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്നൊക്കെയാണ് നമ്മൾ എഴുതുക. ഫൈൻ. സോ വെലോസിറ്റി ഇല്ലാതെ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുമോ? വെലോസിറ്റി ഇല്ലാതെ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. സോ ഇത് ഒരു പെർട്ടിക്കുലർ കേസിന് മാത്രം ഇത് ട്രൂ ആയിട്ട് വരും. സോ അത് ഏത് കേസാണ് നിങ്ങൾക്കറിയാം. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ ഒക്കെ ഇല്ലേ, പ്രൊജക്റ്റൈൽ ഒരു കല്ലെടുത്ത് നമ്മൾ എറിയാന്ന് നോക്കി, കല്ലെടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഈ പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ആ പീക്ക് പോയിന്റ്, അതിനുശേഷം കല്ല് തിരിച്ചു വരുന്ന ഈ ഒരു പീക്ക് പോയിന്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, പക്ഷെ ആ ബോഡിക്ക് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഏത് പോയിന്റിലാണ് വെലോസിറ്റി 0 ആയിട്ട് ആക്സിലറേഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം, നമ്മളൊരു സാധനം, ഒരു കല്ല് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ ആ കല്ലിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ ഏതിന് ഈക്വൽ ആയിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത് വൃത്തിയായിട്ട് അറിഞ്ഞു വെക്കുക. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി v0. അതായത് യൂണിഫോം ആക്സിലറേഷനിൽ പോകുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ് ആക്സിസിൽ ടൈമേ കൊടുക്കാറുള്ളൂ. എക്സ് ആക്സിസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ടൈം ആണ്. വൈ ആക്സിസ് നമ്മൾ ഏത് കൊടുക്കും? വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. സോ വൈ ആക്സിസിൽ നമ്മൾ വെലോസിറ്റി കൊടുക്കും. വൈ ആക്സിസിൽ വെലോസിറ്റി കൊടുക്കും. സാധാരണഗതിയിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ടൈമും ഇവിടെ വെലോസിറ്റിയും കൊടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇത് യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണ്. അതായത് ഈക്വൽ ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ആയി പോകുന്നതിന് നമ്മൾ എന്ത് പറയാം? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. സോ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇതാണ് യൂണിഫോം ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അവരെന്താ പറയുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി v0 എന്നവർ പ്രത്യേകം തന്നിട്ടുണ്ട്. സോ ഇനീഷ്യൽ വെലോസിറ്റി v0 ആയത് കാരണം നമ്മൾ വെലോസിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കണം, v0. അതുകൊണ്ട് 0 എന്ന് തുടങ്ങാൻ പറ്റില്ല, അതായത് ഒറിജിനിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല. അതിന് പകരം v0 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് നമ്മുടെ ഗ്രാഫ് തുടങ്ങണം. സോ എങ്ങനെ വരും? v0 എന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡി അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ പല ഗ്രാഫുകൾ ഉണ്ടാവും. യൂണിഫോം മോഷൻ, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, അങ്ങനെ പല ഗ്രാഫുകൾ ഉണ്ടാവും. എല്ലാ ഗ്രാഫും വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോകും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtain the equation for displacement. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമ്മളോട് ഒബ്റ്റൈൻ ചെയ്യാനാണ് പറഞ്ഞത്, അതായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ഈ ചാപ്റ്ററിൽ അറിയേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. v ഈക്വൽ ടു u പ്ലസ് at ഒന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അടുത്തത് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അവരെങ്ങനെയാ പരീക്ഷയിൽ ചോദിക്കാന്ന് വെച്ചാൽ ഡിറൈവ് ദി ഇക്വേഷൻ വിച്ച് ഈസ് റിലേറ്റിംഗ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ടൈം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അടുത്തത് അവർ ചോദിക്കുകയാണ് ഡിറൈവ് ദി ഇക്വേഷൻ വിച്ച് ഈസ് റിലേറ്റിംഗ് ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ, വെലോസിറ്റി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാലോ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് കേട്ടോ. അറിയാത്തവർക്കാണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഓക്കെ. സോ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ രണ്ടാമത്തെ എഴുതണം. മൂന്നാമത്തെ ചോദിക്കുകയാണ് ഫൈൻഡ് ദി ഇക്വേഷൻ വിച്ച് കണക്ട്സ് ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ ആൻഡ് ടൈം എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമ്മൾ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഏതാ എഴുതേണ്ടത്? മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കാണിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3-4 സ്റ്റെപ്പിൽ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ഈ പറയുന്ന 3 ഇക്വേഷൻസിനും ഡെറിവേഷൻസ് ഉണ്ട്. ഈ 3 എണ്ണവും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ഇതിന്ന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ചോദ്യം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദ എർത്ത്. കൺസിഡർ എ സാറ്റലൈറ്റ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ എർത്ത് സർഫേസ്. അവർ സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സാറ്റലൈറ്റ് h എന്ന് പറയുന്ന ഹൈറ്റ്, എർത്തിന്റെ സർഫേസിന് h എന്ന് പറയുന്ന ഹൈറ്റിലാണ് ആ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു സാറ്റലൈറ്റിനെ കുറിച്ച് അവരൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഇനിയാണ് അവർ ചോദ്യത്തിലോട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, given the equation for its orbital velocity. Orbital
വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് അവർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷനും അതിന്റെ ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ അറിയണം. V equal to gm divided by r plus h. gm divided by r plus h. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. g എന്ന് വെച്ചാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. m എന്ന് വെച്ചാൽ മാസ് ഓഫ് എർത്ത് ആണ്. m എന്ന് വെച്ചാൽ മാസ് ഓഫ് എർത്ത് ആണ്. r എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. h എന്ന് വെച്ചാൽ അതിലൂടെ തന്നിട്ട് എത്ര ഹൈറ്റിലാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി v equal to gm divided by r plus h ആണ്. g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. m എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. h എന്ന് പറയുന്നത് ഏത് ഹൈറ്റിലാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് ചോദിക്കും, എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് ചോദിക്കും. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഷുവർ ആയിട്ട് ഇതിന്ന് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, obtain the equation for time period of above satellite. അടുത്ത ബി ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് എന്തിനാണ്, ടൈം പീരീഡ്. ടൈം പീരീഡിനെ കുറിച്ചാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഓർബിറ്റൽ വെലോസിറ്റിനെ കുറിച്ച് ചോദിച്ചു, അടുത്ത ടൈം പീരീഡ് ചോദിച്ചു. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടത് ഓർബിറ്റൽ വെലോസിറ്റിക്ക് പകരം എസ്കേപ്പ് വെലോസിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി, ടൈം പീരീഡ്, എസ്കേപ്പ് വെലോസിറ്റി. ഇതിന്റെ ഇക്വേഷനും ഡെഫിനിഷനും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ടൈം പീരീഡിന്റെ ഇക്വേഷൻ t equal to 2 pi by r root of r plus h whole cube divided by g ആണ്. ക്ലിയർ? സോ ഇക്വേഷൻ അറ്റ്ലീസ്റ്റ് ഡെഫിനിഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഇക്വേഷൻസ് എങ്കിലും പഠിച്ചു വയ്ക്കുക. കാരണം പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 പൈ എന്ന് വെച്ചാൽ എത്ര വാല്യൂ, 3.14 ആണ്. r എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. h എന്ന് വെച്ചാൽ ഏത് ഹൈറ്റിലാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. g എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് g. സോ ജിയുടെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മറക്കരുത്, ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലിപ്പോൾ 2 ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു. അതിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്. പോളാർ സാറ്റലൈറ്റും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ ടേബുലർ ആയിട്ട് തന്നെ പഠിക്കുക. പോളാർ സാറ്റലൈറ്റും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും ചോദിച്ചാൽ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പല തവണയായി ചോദിക്കുന്നത്. സോ ഒരു ടേബുലർ ആയിട്ട് തന്നെ പഠിക്കാം. നമുക്കറിയാം വാക്കിൽ തന്നെയുണ്ട്. പോളാർ സാറ്റലൈറ്റ് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു എർത്ത് എടുത്തു, എർത്ത് കൺസിഡർ ചെയ്ത് വയ്ക്കാം. ഇതാണ് നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ. നമുക്കറിയാം ഇതാണ് അതിന്റെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഫൈൻ, ഞാൻ സിമ്പിൾ ആയിട്ട് വരച്ചിരിക്കുകയാണ്. സോ ഈ പറയുന്ന പോൾസിലൂടെ തിരിയുന്ന സാറ്റലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പോളാർ സാറ്റലൈറ്റ് എന്ന് പറയാം. ഈ പോളിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ നമ്മൾ എന്ത് പറയും, പോളാർ സാറ്റലൈറ്റ് എന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായ, ദീസ് ആർ ദ സാറ്റലൈറ്റ് വിച്ച് ഈസ് റിവോൾവിംഗ് ത്രൂ ദ പോൾസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ പോൾസിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ജിയോ സ്റ്റേഷനറി എന്തായിരിക്കും, അത് ഇക്വേറ്ററിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇക്വേറ്ററിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയും. അടുത്തത് ഇതെന്താണെന്ന് വെച്ചാൽ ഇക്വേറ്ററിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. പക്ഷെ വേറൊരു വാക്ക് ഉപയോഗിച്ചത് ജിയോ സ്റ്റേഷനറി. നമുക്ക് ആ സാറ്റലൈറ്റ് സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണ്, എർത്തിനോടൊപ്പം തന്നെ റിവോൾവ് ചെയ്യാണ്. എർത്തിന്റെ അതേ സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ഫീൽ ആവുന്നത്, അത് സ്റ്റേഷനറി സാറ്റലൈറ്റ് ആയിട്ട് ഫീൽ ആവുന്നത്. സോ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്ക് എങ്ങനെ ഫീൽ ആവും, ഇറ്റ് ഫീൽ ലൈക്ക് എ സ്റ്റേഷനറി സാറ്റലൈറ്റ്. പക്ഷെ പോളാർ സാറ്റലൈറ്റ് അങ്ങനെയാണ് അല്ല. പോളാർ സാറ്റലൈറ്റ് ഒരു സ്റ്റേഷനറി സാറ്റലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ആവില്ല. അടുത്തത് ഈ പറയുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ അപ്ലിക്കേഷൻ എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽസിലാണ് ഈ പറയുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സ്പ്രേയിങ് ആണ്, പല കാര്യങ്ങളും സ്പ്രേ ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന പോളാർ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ഡിഫറൻസ് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇത് ഇക്വേറ്ററിലൂടെ തിരിയുന്നു, ഇത് പോൾസിലൂടെ തിരിയുന്നു. ഇത് സ്റ്റേഷനറി ആയി ഫീൽ ചെയ്യും, ഇത് സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യില്ല. അടുത്തത് ഇതിന്റെ അപ്ലിക്കേഷൻ വൈസ് ഇത് കമ്മ്യൂണിക്കേഷൻ, ഇത് സ്പ്രേയിങ് പർപ്പസിനാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ കാർനോട്ട് സൈക്കിളില്ലേ, കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാർനോട്ട് സൈക്കിളിന്റെ ആ ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗ്രാഫ് എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. സോ ഗ്രാഫിലെ എക്സ് ആക്സിസിൽ മോസ്റ്റ് ഓഫ് ദ ടൈം വെലോസിറ്റിയും വൈ ആക്സിസിൽ പ്രഷറുമായിരിക്കും. സോ വോള്യവും പ്രഷറും, വെലോസിറ്റി അല്ല വോള്യവും പ്രഷറും ആയിരിക്കും നമ്മുടെ ഗ്രാഫിലെ എക്സും വൈ ആക്സിസിലും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിനെ എ ബി
സി ഡി എന്ന് ഡിനോട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ഇവിടെ ഏത് പ്രോസസ്സ് നടക്കും, ഇവിടെ ഏത് പ്രോസസ്സ് നടക്കും, ഇതിൽ ഏത് പ്രോസസ്സാണ്, ഇവിടെ ഏത് പ്രോസസ്സാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ചോദ്യത്തിലും അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ചോദ്യം എന്തെന്ന് വെച്ചാൽ അവർ ചോദിച്ചിരിക്കുന്നത് നെയിം ദ പ്രോസസ് ഒക്കറിംഗ് ബിറ്റ്വീൻ എ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് പ്രോസസ്സാണ് നടക്കുക. നമുക്കറിയാം എ ബി എന്ന് പറയുന്ന പ്രോസസ്സ് പാർട്ടിൽ ഏത് പ്രോസസ്സ് നടക്കുക, അഡിയാബാറ്റിക് കംപ്രഷൻ ആണ് നടക്കുക. ഓക്കെ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ, എ ബിയിൽ അഡിയാബാറ്റിക് കംപ്രഷൻ നടക്കുക. അടുത്തത് അതുപോലെ തന്നെ സി ഡിയിൽ നടക്കുന്നത് എന്തായിരിക്കും, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും, ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരിക്കും. സോ ഈ പറയുന്ന കാർനോട്ട് സൈക്കിൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ വോളിയം ഇവിടെ പ്രഷറും തരുന്ന കണ്ടീഷനാണ് ഈ പറയുന്നത്. സോ ചിലപ്പോൾ അവർ ഇത് ട്വിസ്റ്റ് ചെയ്ത് തരും, ഇവിടെ പ്രഷറും ഇവിടെ വോളിയം ആയിട്ട് തരും. സോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കുക. ക്ലിയർ, മനസ്സിലാവുന്നുണ്ടോ? സോ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷനിൽ ഇവിടെ വോളിയം ഇവിടെ പ്രഷറും തന്നെയായിരിക്കും. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. എവിടെയാണ് അഡിയാബാറ്റിക് കംപ്രഷൻ, എവിടെയാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. അടുത്ത് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോർ പ്രോസസ് ഈസ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഏത് പ്രോസസ്സിലൊക്കെയാണ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത്? ഗ്യാസ് ഏത് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്സിലാണ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്, എ ബിയും സി ഡിയിലുമാണ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത്. അഡിയാബാറ്റിക് പ്രോസസ്സിലാണ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് സൈക്കിളിലെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം, എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, ഈ കാര്യങ്ങളിൽ നിന്ന് പല തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ വൃത്തിയായിട്ട് ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക, എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് സൈക്കിൾ. അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലിയർ അല്ലേ? അപ്പൊ കാർനോട്ട് സൈക്കിളിലെ ഗ്രാഫ് എല്ലാവരും മറക്കാതെ പഠിച്ചു വെക്കുക. അതിൽ എക്സ് ആക്സിസിൽ എന്താ വരയ്ക്കുക, വൈ ആക്സിസിൽ എന്താ വരയ്ക്കാന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ല, ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. സോ ഒരു മോബ് അല്ലെങ്കിൽ ഒരു മാസ്, ഒരു സാധനം എടുക്കുന്നത് വയ്ക്കും, ഒരു പെൻഡിലോ ആണിത്. അപ്പൊ ഇതാണ് ഇതിന്റെ മോബ് എന്ന് പറയുക. സോ ഓരോരോ പൊസിഷൻ അവർ പറയുന്നത്, ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്, ഇത് ഇസഡ് ആണ്. ഓക്കെ ഫൈൻ, ഇങ്ങനെയാണ് ചോദ്യം. എക്സ് ആണ്, വൈ ആണ്, ഇസഡ് ആണ്. സോ ഇതിൽ ഓരോരോ പാർട്ടിലും ഉണ്ടാകുന്ന എനർജി കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഈ കാര്യങ്ങൾ ഓരോരോ പോയിന്റിൽ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ അവർ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുന്ന കണ്ടീഷനിൽ ഓരോ പോയിന്റിലും എവിടെയൊക്കെയാണ് എനർജി, അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു, ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് ചോദിച്ചിരിക്കുകയാണ്, എക്സ് എന്ന പോയിന്റിൽ ഉണ്ടല്ലോ, ഈ എക്സ് എന്ന് പറയുന്ന സെന്റർ പോയിന്റ്, എക്സ് എന്ന പോയിന്റിലുള്ള ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന പോയിന്റിൽ ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. എക്സ് എന്ന പോയിന്റിലുള്ള ആക്സിലറേഷൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത്, വാട്ട് യു മീൻ ബൈ ഡാംപ്ഡ് ഓസിലേഷൻ, ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയാണ് നോക്കി, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാമ്പിംഗ് എന്ന് പറയുക. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് കാറും ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതായത് 35 മീറ്റർ പെർ സെക്കൻഡും 12 മീറ്റർ പെർ സെക്കൻഡും ആണ്. സോ അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? സോ ബി എ ബി എന്ന് പറയുന്ന റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി ബി മൈനസ് ബി എ. ക്ലിയർ അല്ലേ? റിലേറ്റീവ് വെലോസിറ്റി, അതായത് എ ആൻഡ് ബി ആർ ടു ഒബ്ജക്ട്സ് മൂവിംഗ് വിത്ത് വെലോസിറ്റി ബി എ ആൻഡ് ബി ബി. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ റിലേറ്റീവ് ടു ബി? എ റിലേറ്റീവ് ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ബി ബി മൈനസ് ബി എ. ബി എ ബി എന്ന് വെച്ചാൽ ബി ബി മൈനസ് ബി എ ആണ് റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ അവർ സിമ്പിൾ ആയിട്ട് എന്താണ് പ്രൊജക്ടൈൽ മോഷൻ, അതിന്റെ പാത്തിന് എന്ത് പറയുന്നു, അതിന്റെ പാത്തിന്റെ ഷേപ്പ് എന്താണ്, പാത്തിന് എന്ത് പറയുന്നു, പാത്തിന്റെ ഷേപ്പ് എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ എല്ലാവരും വൃത്തിയായിട്ട് അറിയാം എന്താണ് പ്രൊജക്ടൈലിന്റെ പാത്തിന് നമ്മൾ എന്ത് പറയും, അതിന്റെ ഷേപ്പ് എന്താണ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ അറിയണം.
ഡെഫിനിഷൻ പഠിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനും അറിഞ്ഞിരിക്കണം. ഡെഫിനിഷൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ഡെറിവേഷനും നമുക്ക് അറിഞ്ഞിരിക്കും. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ബേസ് ചെയ്തിട്ടാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ തന്നിരിക്കുന്നത്. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കുക. മാസും റേഡിയസ് ഓഫ് റൊട്ടേഷനും. റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ്. ഒരു റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാസും റേഡിയസ് ഓഫ് റൊട്ടേഷനും. മാസും റേഡിയസ് ഓഫ് റൊട്ടേഷനും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി, ഓരോ സാധനത്തിന്റെ കൈനറ്റിക് എനർജീസ് അവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്തൊരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്? ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്ത്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വിസ്കോസിറ്റി. നമുക്ക് എന്താണ് വിസ്കോസിറ്റി എന്ന് അറിയാലോ. ഫ്ലൂയിഡ്സിന്റെ വിസ്കോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ്സ് ഉണ്ട്, കുറഞ്ഞ ഫ്ലൂയിഡ്സ് ഉണ്ട്. അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് വായിച്ചു തരാം. ദ വിസ്കോസിറ്റി ഓഫ് എ ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി കുറയും. ഇത് ട്രൂ ആണ്, ഇത് ശരിയാണെന്നുള്ളത് നമുക്കറിയണം. ക്ലിയർ? ഒരു സാധനത്തിനെ ചൂടാക്കുമ്പോൾ ആ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കുറയുന്നു. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, എന്താണ് ടെർമിനൽ വെലോസിറ്റി? ടെർമിനൽ വെലോസിറ്റി എന്താണ്? അതായത് ടെർമിനൽ വെലോസിറ്റി അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫാളിംഗ് ബോഡി, ഒരു വിസ്കോസ് മീഡിയത്തിലൂടെ ഒരു ബോഡി ഫാൾ ചെയ്യുന്ന സമയത്തുള്ള ടെർമിനൽ വെലോസിറ്റിയാണ് അവർ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ക്ലിയർ? ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ചാപ്റ്റർ എടുത്തു വെച്ചാൽ നമ്മുടെ ലോസ് ആണ്, ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും? ന്യൂട്ടൺസിന്റെ ലോസ് ആയിരിക്കും. അപ്പൊ ന്യൂട്ടൺസിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. സോ നിങ്ങൾ എപ്പോഴും നമ്മൾ ഇതിൽ സെക്കൻഡ് ലോ ചോദിച്ചുകൊണ്ട് നമ്മൾ ബാക്കി രണ്ട് ലോസ് പഠിക്കാതിരിക്കരുത്. ഫസ്റ്റും തേർഡ് ലോയും സെക്കൻഡ് ലോയും 3 ലോസും പഠിച്ചു വെക്കണം. അതിന്റെ ഫോർമുലാസും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ നോക്കരുത്. ലോസ് ആയിട്ട് തന്നെ പഠിക്കുക, പ്രോപ്പർ ആയിട്ട് അതുപോലെ തന്നെ ലോസ് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് വിത്ത് ഫോർമുല. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസ് എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എന്ന് വെച്ചാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പൾസ് ആണ്. ഐ എന്ന് പറയുന്ന ഇമ്പൾസ് ആണ് അടുത്ത ചോദ്യം. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. വലിയൊരു ഫോഴ്സ് കുറഞ്ഞ സമയത്ത് ഒരു അടിയൊക്കെ കൊടുക്കുന്നത് ഒരു ഇമ്പൾസിന് എക്സാമ്പിൾ ആണ്. വലിയൊരു ഫോഴ്സ് ചെറിയൊരു ടൈം പീരീഡിൽ ആക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? ഇമ്പൾസ് എന്ന് പറയാം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി ഈക്വൽ ടു എം വി ആണ്. മാസിന്റെ വെലോസിറ്റി ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് വേണേൽ പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. സോ കൺസർവേഷൻ ഓഫ് മൊമെന്റം ചോദിക്കാറുണ്ട്. എന്താണ് ഇമ്പൾസ് എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് അവർ ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇതും ഒരു ഓർ ക്വസ്റ്റ്യൻ ബേസ്. ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. സോ ഇതിന് ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. സോ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമം സ്പീഡാണ് കേട്ടോ. സോ നമുക്ക് കണ്ടന്റിലോട്ട് വരാം. ഒപ്റ്റിമം സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം സ്പീഡാണ്. ഒന്നാമത്തെ ഒപ്റ്റിമം സ്പീഡാണ്, രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം സ്പീഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം ക്വസ്റ്റ്യനിലുള്ള പാരാമീറ്റേഴ്സ് പലപ്പോഴും മാറാം. പക്ഷെ ആ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് V ഈക്വൽ ടു റൂട്ട് ഓഫ് RG tan θ ആണ്. ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ V ഈക്വൽ ടു റൂട്ട് ഓഫ് RG tan θ. അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V ഈക്വൽ ടു റൂട്ട് ഓഫ് RG ഇൻറ്റു 1 പ്ലസ് tan θ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ
ടാൻ തീറ്റ. ഇതാണ് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ. ഈ മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അതൊക്കെ തന്നിട്ടുണ്ട്, 0.2 ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കുക. അവർ ആംഗിൾ തരും, റേഡിയസ് തരും, ഗ്രാവിറ്റേഷൻ നമുക്കറിയാം 9.8 ആണ്. സോ ചോദ്യത്തിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ഫോർമുല മാത്രം വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രം മതി. ഒപ്റ്റിമം സ്പീഡിന്റെ ഫോർമുലയും മാക്സിമം സ്പീഡിന്റെ ഫോർമുലയും ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. സോ ഇതിന് ഓർ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, അത് പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻ ആണ് ഓർ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ മുമ്പിലിട്ട വീഡിയോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പലതവണ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്? ആ രീതിയിലാണ് നമ്മുടെ ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റിന്റെ ഓർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്. സോ ബാങ്കിങ് ഓഫ് റോഡിന്റെ ആ ഗ്രാഫ് ഉണ്ടല്ലോ, അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഓഫ് റോഡിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാങ്കിങ് ഓഫ് റോഡ്, അതർവൈസ് മാക്സിമം സ്പീഡ്, ഒപ്റ്റിമം സ്പീഡ്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതോടെ നിങ്ങളുടെ ഈ പറയുന്ന 2014 ഫിസിക്സ് ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വൃത്തിയായിട്ട് കൺസെപ്റ്റ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സപ്പോസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞതിലോ സോൾവ് ചെയ്തതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഉണ്ട് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ക്ലിയർ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാം.